ADM നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ ആസൂത്രിതമായി നീക്കം നടത്തിയെന്ന വിവരം പുറത്തുവന്നതോടെ PP ദിവ്യയുടെ വാദങ്ങൾ പൊളിയുകയാണ്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ദിവ്യ ഉയർത്തിയത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെന്ന പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടും പൊളിഞ്ഞു. യാത്രയപ്പ് ചടങ്ങിലേക്ക് തന്നെ കളക്ടർ ക്ഷണിച്ചുവെന്ന ദിവ്യയുടെ വാദങ്ങൾ അടക്കം തെറ്റാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഗീത IASന്റെ റിപ്പോർട്ട്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ മനഃപൂർവ്വം അപമാനിക്കുക, അതിന് ആസൂത്രിതമായി നീക്കം നടത്തുക, അപമാനിച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ കൂട്ടുപിടിക്കുക, അതേ ദൃശ്യങ്ങൾ അവരിൽ നിന്ന് വാങ്ങി പ്രചരിപ്പിക്കുക. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളത് ഗുരുതര കണ്ടെത്തലുകളാണ്. മാത്രമല്ല, നവീൻ ബാബുവിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച പെട്രോൾ പമ്പ് വിഷയത്തിലും ഉയർത്തിയ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. പെട്രോൾ പമ്പിന്റെ അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അനുമതി വൈകിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് ദിവ്യ നൽകിയ മൊഴിയിൽ ഒരു പരിപാടിക്കിടെ കളക്ടറാണ് യാത്രായപ്പിലേക്ക് ക്ഷണിച്ചതെന്നാണുള്ളത്. എന്നാൽ ദിവ്യയെ താനടക്കം ആരും യാത്രായപ്പിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ദിവ്യ ഉയർത്തിയ വാദങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് കൂടിയാണ് തെളിയുന്നത്. ഇതോടെ ദിവ്യയെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയ CPM നേതൃത്വം കൂടിയാണ് പ്രതിക്കൂട്ടിലാകുന്നത്. ജനം, കണ്ണൂർ.